റവ വെച്ചിട്ട് നമ്മൾ ഒരുപാട് ഐറ്റംസ് പലഹാരങ്ങൾ ഉണ്ടാക്കി. അപ്പോൾ ഇന്ന് ഞാൻ റവ വെച്ചിട്ട് ഒരു ഉണ്ണിയപ്പമാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഓണമൊക്കെ അല്ലേ, അപ്പോൾ ഒരു ഉണ്ണിയപ്പം ഉണ്ടാക്കി കളാന്ന് വിചാരിച്ച് ഒരു കപ്പ് റവ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു കപ്പ് പാലും കൂടെ ഒഴിച്ച് ഒന്ന് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് ഒരു 10 മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. അടിപൊളിയായിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ട് ഒരു 10 മിനിറ്റ് നമുക്കൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ഓണത്തിന് എല്ലാവരും അധികം ഉണ്ണിയപ്പമാണല്ലോ ഉണ്ടാക്കാറില്ലേ, ഉണ്ണിയപ്പം നെയ്യപ്പം ഒക്കെ ആണല്ലോ. അതവിടെ റെസ്റ്റ് ചെയ്യാൻ വെച്ച ശേഷം നമുക്കൊരു 3 ശർക്കര എടുത്തിട്ടുണ്ട്. ശർക്കര പാനിയാക്കി എടുക്കാം. ഒന്ന് ഈ ശർക്കര പാനി നമുക്കൊന്ന് അരിച്ചിട്ട് ഒന്ന് ഒരു പാത്രത്തിലേക്ക് മാറ്റാം. അതിലുള്ള വേസ്റ്റൊക്കെ ഒന്ന് മാറ്റി അരിച്ച് നല്ലോണം അരിച്ചെടുക്കാം. പിന്നെ ഇതാ 10 മിനിറ്റ് ആയിട്ടുണ്ട്. അപ്പം നമ്മുടെ റവ, പാലൊഴിച്ച് വെച്ച റവ നല്ല അടിപൊളിയായിട്ട് സെറ്റായിട്ട് വന്നിട്ടുണ്ട്. ഇതാ കുതിർന്ന് വന്നിട്ടുണ്ട്. ഇത് നമുക്കൊന്ന് ഒരു മിക്സിയുടെ ജാറിലേക്ക് ഒന്ന് മാറ്റി കൊടുക്കാം. അതിൻ്റെ കൂടെ ഞാൻ ഒരു നേന്ത്രപ്പഴം കൂടെ എടുത്തിട്ടുണ്ട്. നിങ്ങളെ കയ്യിൽ ഇനിയിപ്പോൾ ചെറിയ പഴമാണ് ഉള്ളതെങ്കിൽ ഒരു 2-3 ചെറിയ പഴം കൂടെ നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഒരു നേന്ത്രപ്പഴമാണ് ഞാനിതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അതിങ്ങനെ കട്ട് ചെയ്ത് അത് ചേർത്ത് കൊടുക്കുക. പിന്നെ നമ്മുടെ ശർക്കര പാനിയും കൂടെ അതിലേക്ക് ഒന്ന് ഒഴിച്ച് ചേർത്ത് കൊടുക്കാം. പിന്നെ അതിലേക്ക് വേണ്ടത് ഒരു 2-3 ഏലക്കായാണ്. അതും കൂടെ നമുക്ക് അതിലേക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു നുള്ളു ഉപ്പും കൂടെ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത് നല്ല മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഒരു നുള്ളു ഉപ്പും കൂടെ ചേർത്ത് കൊടുത്ത് ഇത് നല്ല അടിപൊളിയായിട്ടൊന്ന് നമുക്കൊന്ന് അരച്ചെടുക്കാം. അത് അടിപൊളിയായിട്ട് അരച്ചെടുത്ത് അതൊരു പാത്രത്തിലേക്ക് ഒന്ന് മാറ്റി കൊടുക്കാം. വേറെ വെള്ളം ഒന്നും ഇതിൽ ചേർക്കേണ്ട ആവശ്യമില്ല. ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് നമ്മുടെ ബാറ്റർ വേണ്ടത്. അപ്പോൾ ഇങ്ങനെ ഇത്ര തിക്കൊക്കെ ഉണ്ടാവണം. അപ്പോൾ നമ്മുടെ ഉണ്ണിയപ്പത്തിനുള്ള ഇത് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് കുറച്ച് തേങ്ങ കൊത്താണ്. നമുക്കൊന്ന് കടിക്കാൻ വേണ്ടിയിട്ട് അത് നമുക്ക് കുറച്ച് നെയ്യിലിട്ടൊന്ന് ഒരു ബ്രൗൺ കളറാക്കി എടുക്കാം. എന്നിട്ട് അതും കൂടെ നമ്മുടെ ഈ ബാറ്ററിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കാം. അടിപൊളിയായിട്ടൊന്ന് ഒഴിച്ചു കൊടുത്ത് ഇതെല്ലാം കൂടെ ഒന്ന് നല്ല സൂപ്പറായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് നമ്മുടെ ഉണ്ണിയപ്പച്ചട്ടി എടുത്ത് അതിൽ കുറച്ച് ഓയിലൊക്കെ ഒഴിച്ച് അത് നല്ലോണം ഒന്ന് ചൂടായി വരുന്ന സമയത്ത് നമ്മുടെ മാവ് എടുത്ത് ഓരോരോ കുഴിയിലായിട്ട് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കാം. നല്ല സൂപ്പറായിട്ട് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കാം. പതുക്കെ പതുക്കെ ഇങ്ങനെ കുറേശ്ശെയായിട്ട് ഒഴിച്ചു കൊടുക്കാം. നല്ല സൂപ്പർ ടേസ്റ്റാണ്. നമ്മൾ സാധാ ഉണ്ണിയപ്പം കഴിക്കുന്നതിനേക്കാളിലും കുറച്ചുകൂടെ ടേസ്റ്റ് ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ ഓരോന്നോരോന്നായിട്ട് ഇങ്ങനെ മറിച്ചും തിരിച്ചും ഇട്ട് കൊടുത്ത് ഒന്ന് നല്ല അടിപൊളിയായിട്ട് വേവിച്ചെടുക്കാം. ഇതേ ലോ ഫ്ലെയിമിലിട്ടിട്ട് വേണം വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഇത് കരിഞ്ഞു പോകും. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. റവ ആണ്, അപ്പോൾ പെട്ടെന്ന് കരിഞ്ഞു പോകാനുള്ള സാധ്യത ഉണ്ട്. ലോ ഫ്ലെയിമിലിട്ടിട്ട് തന്നെ വേവിച്ചെടുക്കണേ. അപ്പോൾ നമ്മുടെ ഉണ്ണിയപ്പമൊക്കെ അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. നല്ല സൂപ്പർ ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. പിന്നെ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാൻ മറക്കണ്ട. പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടെ ചെയ്തേക്കണേ. നല്ല സോഫ്റ്റ് ഉണ്ണിയപ്പമാണ്. എന്തായാലും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ഓണമൊക്കെ അല്ലേ, ഓണത്തിന് നമ്മുടെ അയൽവാസികൾക്കൊക്കെ ഒന്ന് കൊടുക്കാനൊന്ന് ട്രൈ ചെയ്ത് നോക്കിക്കാളേ. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരെ ഇൻഷാ അല്ലാ ബൈ ബൈ.